വോട്ട് ചെയ്യാനായി കേരളത്തിലേക്കുള്ള യാത്രയിലാണ് മറുനാട് മലയാളികൾ. മുംബൈയിലെ LTT റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മലയാളി വോട്ടർമാരുമായുള്ള നേത്രാവതി എക്സ്പ്രസ് യാത്ര തുടങ്ങി. ശ്രീനാഥ് ചന്ദ്രൻ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മുംബൈയിലെ LTT റെയിൽവേ സ്റ്റേഷനകത്താണുള്ളത്. പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ അല്പസമയത്തിനകം നേത്രാവതി എക്സ്പ്രസ് നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. തിരുവനന്തപുരം വരെയുള്ള വോട്ടർമാർക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ട്രെയിൻ മാർഗം മുംബൈയിൽ നിന്ന് പോവുകയാണെങ്കിൽ അവസാനത്തെ ട്രെയിനാണ് ഈ നേത്രാവതി. കുറച്ച് മലയാളികളുണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പോവാം. മാവേലിക്കരയാണ് മണ്ഡലം. MS അരുൺകുമാർ, കൊടുക്കുന്ന സുരേഷ്. പിന്നെ എത്ര മണിയാകുമ്പോൾ എത്തും ഈ ട്രെയിൻ? 3 മണിയാകുമ്പോൾ എത്തും. അപ്പോൾ സമയമുണ്ട് വോട്ട് ചെയ്യാൻ? സമയമുണ്ട്. നേരെ പോളിംഗ് ബൂത്തിലേക്ക്? നേരെ പോളിംഗ് ബൂത്തിലേക്ക്. എന്താ അവിടുത്തെ ഒരു ട്രെൻഡ് എങ്ങനെയുണ്ട്? ട്രെൻഡ് അരുൺകുമാറിനാണ് ട്രെൻഡ്. ഇവിടെ ഇരിക്കുമ്പോൾ ഈ പ്രചാരണ സമയത്തൊക്കെ ഇവിടെയാണല്ലോ, നമ്മുടെ മുംബൈ തന്നെയാണല്ലോ. ഇവിടെ അല്ല, ഞാൻ ഗുജറാത്തിലാണ്. നാട്ടിലില്ലാത്തൊരു പ്രശ്നമുണ്ടോ? നാട്ടിൽ ആ ഒരു ഫീല് കിട്ടാത്തതിന്റെ? ഗുജറാത്തിൽ നിന്ന് നേരിട്ട് ട്രെയിൻ കിട്ടിയില്ല. അങ്ങനെ മുംബൈ വന്നു, ഇന്നലെ വൈകിട്ട് ഇവിടെ വന്നു. വോട്ട് ചെയ്യും. ചേട്ടൻ എവിടേക്കാ? ഞാൻ തലശ്ശേരി. തലശ്ശേരി രാവിലെ ആകുമ്പോഴേക്ക് എത്തും അല്ലേ? രാവിലെ 7:45 8 മണിക്ക് എത്തും. സുഖമായിട്ട് സമയമുണ്ട്. വീട്ടിൽ പോയൊക്കെ ഒന്ന് കുളിച്ച് റെഡിയായി പതുക്കെ വോട്ട് ചെയ്യാൻ പോവാ. എങ്ങനെയുണ്ട് തലശ്ശേരി വരുന്നത്? വടകര മണ്ഡലം അല്ലേ? വടകര മണ്ഡലം. നല്ല ശക്തമായ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. ആരാണ് ജയിക്കാന്നുള്ള ഉറപ്പ് പറയാൻ പറ്റാത്തൊരു മണ്ഡലമാണ്. നാട്ടിലൊക്കെ പ്രചാരണത്തിന്റെ സമയത്തൊക്കെ ഇവിടെയല്ലേ അല്ലേ? അപ്പോൾ അതൊന്നും നേരിൽ കാണാൻ പറ്റാത്ത ആ ഒരു സമയത്ത് അവിടെ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമല്ലേ? ഇന്നലെയൊക്കെ വലിയ കൊട്ടിക്കലാശൊക്കെ ആയിരുന്നു അവിടെ. കലാശം ആണ് പറയുന്നത്. അതെ. ഏത് ബൂത്തിലാ? ഞാൻ പാട്യം പഞ്ചായത്തിലെ വരെ. പോയിട്ട് വോട്ട് ചെയ്യും. അങ്ങനെ നേത്രാവതി എക്സ്പ്രസും LTTയിൽ നിന്ന് പുറപ്പെടുകയാണ്. കേരളത്തിലേക്കുള്ള വോട്ടർമാർ, മുംബൈയിൽ നിന്നുള്ള വോട്ടർമാരാണ് അധികവും ഉള്ളത്. ഏതായാലും രാവിലെയോടെ കേരളത്തിലെ ഓരോ ജില്ലകളിലായി, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, അങ്ങനെ ഓരോ ജില്ലകളിലും ഇറങ്ങേണ്ട വോട്ടർമാരുണ്ട്. വോട്ട് ചെയ്യുക എന്നൊരു ഒറ്റ ലക്ഷ്യം വെച്ച് പോലും പോകുന്ന നിരവധി പേരെ കാണാൻ കഴിഞ്ഞു എന്നതാണ് വസ്തുത. LTT റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുൺ ബി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.